ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇന്നിപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ലോങ് വീഡിയോ ചെയ്യേണ്ട പ്രധാന കാരണം എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കേട്ടോ. അപ്പം എൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേരെങ്കിലും അതിൽ കമൻറ്റ് ഇടാറുണ്ട്, കേൾക്കാൻ ലോങ് വീഡിയോ ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ആക്ച്വലി ലോങ് വീഡിയോ ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ല. അതാണ് അതിൻ്റെ മെയിൻ റീസൺ. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ലോങ് വീഡിയോ ചെയ്തിരിക്കണം. ഇന്ന് ലോങ് വീഡിയോ ചെയ്യാനൊരു പർപ്പസ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പം ലോങ് വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഹെയറിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം ഫോർച്ചുനേറ്റ്ലി ഞാനതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്യാനും നന്നായെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ഞാനിതിൽ കുറേ ഹെയർ കട്ട് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം മുടി ഞാൻ വിചാരിച്ച പോലെ വളരുന്നുണ്ടായില്ല. അതാണ് മെയിൻ റീസൺ. പിന്നെ നമ്മളെന്തെങ്കിലും ഫങ്ഷനോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഷൂട്ട്സൊക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ ഹെയർ ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എൻ്റെ കുറേ നാളത്തെ ഒരാഗ്രഹമാണ് ഒരു വോളിമൈസറോ അല്ലെങ്കിൽ ഒരു ഹോട്ട് എയർ ബ്രഷ് വാങ്ങണം എന്നുള്ളത്. പലപ്പോഴും ഞാനത് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് വാങ്ങാൻ പറ്റാറില്ല. ഓക്കെ പിന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞിട്ട് ഞാനത് നീട്ടി വെക്കാറാണ് പതിവ്. ഇപ്പം സെയിൽ നടക്കുകയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ സെയിൽ നടക്കുന്ന സമയത്ത് ഞാൻ അനിയനെ കൊണ്ട് ഒരു ഹോട്ട് എയർ ബ്രഷ് വാങ്ങിപ്പിച്ചു. ഇത് ആക്ച്വലി ഒരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങിച്ചു. അപ്പം ഇന്ന് എനിക്ക് അത് നിങ്ങളെ കാണിച്ചു തരണം, അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ എടുക്കണം. അതാണ് ഇന്നത്തെ എൻ്റെ ലോങ് വീഡിയോയുടെ പർപ്പസ്. അപ്പം ഇതാണ് കേട്ടോ ആ സാധനം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇത് അർബൻ യോഗിൻ്റെ ഹോട്ട് എയർ ബ്രഷാണ്. നമ്മുടെ ഹെയർ ഒന്ന് വോളിമൈസ് ചെയ്തിടാനും അതേപോലെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിതിന്ന് അൺബോക്സ് ചെയ്യാം. എന്നാൽ പിന്നെ തുടങ്ങല്ലേ, അൺബോക്സ് ചെയ്തോ. അപ്പോൾ ഇത്രയും വലിയ ബോക്സാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാനിത് കണ്ടിപ്പം ഞെട്ടിപ്പോയി. ഞാനിപ്പം വീട്ടിൽ നിന്ന് ബാക്ക് ടു എറണാകുളം വന്നപ്പോഴാണ് ഞാൻ ആക്ച്വലി ഈ ബോക്സ് കാണുന്നത്. അപ്പോൾ എൻ്റെ അനിയൻ ഇത് പൊട്ടിച്ചു. അവൻ ഓൾറെഡി എന്താണ് സാധനം എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിച്ചു. ഇതാണ് അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഇത് ആക്ച്വലി ഒരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല. അർബൻ യോഗിൻ്റെ മേക്ക് മീ ബോൾഡ് എന്ന് പറഞ്ഞ ഒരു ഹോട്ട് എയർ ബ്രഷ് ഉണ്ട്. ഇത് ആക്ച്വലി വോളിയമൈസ് ചെയ്ത് ഇടുന്ന ഒരു ടൂളാണ്. അപ്പം ഇത്രയും വലുതാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇത് അത്യാവശ്യം കാണാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം വലിയൊരു പ്രോഡക്റ്റാണ്. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങിച്ച് അത് അൺബോക്സ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര വീടുണ്ട്. ഇത്രയും എന്താ ഞാൻ വിചാരിച്ചില്ല. ഇതാണ് കേട്ടോ സാധനം. ഇതാണ് നമ്മുടെ അർബൻ യോഗിൻ്റെ മേക്ക് മീ ബോൾഡ് ഹോട്ട് എയർ ബ്രഷ്. അപ്പോൾ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം എന്നാൽ പിന്നെ നമുക്കത് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാനിതൊക്കെ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഒരു ഹെയർ സിറം അപ്ലൈ ചെയ്യാം. ഹെയർ സിറം അപ്ലൈ ചെയ്തിട്ട് എന്തായാലും നോക്കി നോക്കാം വർക്ക് ആവുന്നുണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഞാൻ ഹെയറിൽ ജസ്റ്റ് ഒരു ഹെയർ സിറമൊക്കെ അപ്ലൈ ചെയ്യുന്നത്.
എൻ്റെ മുടി ഓൾറെഡി ഞാൻ കളറൊക്കെ ചെയ്തിട്ട് കുറച്ച് ഫ്രിസ്സി ആയിട്ട് ഇരിക്കാണ്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് റിസൾട്ട് വരികയെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം 0-ലാട്ടോ കിടക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സൗണ്ടൊന്നുമില്ലേ? സൗണ്ട് കേട്ടോ, കേൾക്കുന്നു. ജസ്റ്റ് മണ്ണിലാട്ടോ കേൾക്കുന്നു. കുറച്ച് ഹെയർ സ്റ്റാൻഡ് ചെയ്തിട്ട് കഴിയും. കൊള്ളാം കേട്ടോ. സംഭവം നോക്കണ്ട. ആക്ച്വലി ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല, എന്നാലും അത്യാവശ്യം ഹെയർ ഒന്ന് അടിപൊളിയായിട്ട് കിടക്കാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നത് വർക്കിംഗ് ആണെന്ന് തന്നെയാണ് തോന്നുന്നത് കേട്ടോ. കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ റിവ്യൂ പറയല്ല, എന്നാലും ഞാൻ പറയാം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാനിത് ഫുള്ളി ചെയ്തിട്ടില്ല, എന്നാലും ചെയ്തെടുത്തോളം കാണാൻ പറ്റുന്നില്ലേ, കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് മെൻഷൻ ചെയ്യാം. ഞാൻ നേരത്തെ ഓൾറെഡി മെൻഷൻ ചെയ്തല്ലോ. അബയോഗിൻ്റെ മേക്ക് മീ ബോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ട് എയർ ബ്രഷ് കേട്ടോ. അപ്പം എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഇനി ഫുള്ളി ചെയ്യുമ്പോഴേ കറക്റ്റ് ആ ഒരു സ്റ്റൈലിൽ കിടക്കുള്ളൂ. ഇപ്പം ഞാൻ രാത്രി ഇനി ഇതൊക്കെ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഫുള്ളി ചെയ്തിട്ടില്ല കേട്ടോ. ഇത്രയും ഭാഗം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവർ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഇനിയും ലോങ് വീഡിയോസ് വേണമെന്നുള്ളവർ പ്ലീസ് കമൻറ്റ്. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ മറന്നിട്ടില്ല. നിങ്ങളുടെ കോമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. എൻ്റെ വീഡിയോസിൽ എപ്പോഴും കമൻറ്റ് ഇടുന്ന 1-2 ആൾക്കാരുണ്ട്. ഒന്ന് മിൻഹയുടെ പേര് എപ്പോഴെങ്കിലും വീഡിയോസിൽ ഒന്ന് പറയണമെന്ന് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം മിൻഹ എൻ്റെ എപ്പോഴും ഒരു സപ്പോർട്ടറാണ്. അതുപോലെ ജോബി എന്ന് പറഞ്ഞ ചേട്ടൻ എപ്പോഴും കമൻറ്റിലാണ്. ജോബി എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്നോട് ആക്ച്വലി ലോങ് വീഡിയോ ചെയ്യണം എന്നുള്ള കാര്യം കമൻ്റായിട്ട് എപ്പോഴും ഇടാറ്. അപ്പോൾ ആ ചേട്ടൻ്റെ ഒരു റിക്വസ്റ്റ് പരിഗണിച്ചും കൂടിയാണ് ഞാൻ ഈ ലോങ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ളത് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.